പടർത്തി മനുഷ്യരാശിയെ തന്നെ ഉന്മൂലനം ചെയ്യാൻ നമ്മൾ പോലും അറിയാതെ നമ്മിലെ പലരിലൂടെയും അരിച്ചരിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്തിൽ ലഹരിക്കെതിരെ ഒരു വലിയ സന്ദേശവുമായി ഞങ്ങളെത്തുന്നു. ചിലന്തി വലകൾ. നവോദയം കലാസമിതിയും ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് അണിയിച്ചൊരുക്കിയ ഈ നാടകത്തിൻ്റെ രചന പി വേണുഗോപാൽ, സംവിധാനം സുജേഷ് എസ് ഉണ്ണി, പശ്ചാത്തല സംഗീതം മഞ്ജു രഞ്ജിത്ത്. സ്പെഷ്യൽ താങ്ക്സ് ഖദ്രേഷ് മാങ്ങന്നൂർ. കഥാപാത്രങ്ങളിലൂടെ കൃഷ്ണലാൽ മാസ്റ്റർ, രഞ്ജിത്ത്, രജത് എം രാജ, രമ്യ രാജീവ്, രോഹിത്, കൃഷ്ണദേവ്, നിരഞ്ജന, നൗഫൽ, സുരേഷ് മാസ്റ്റർ, രാജീവ് ചുണ്ടമ്പറ്റ. ലഹരി നിർമ്മാർജ്ജനത്തിനായി നമുക്കേവർക്കും ഒരുമിച്ച് കൈകോർക്കാം. ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്ന ആപ്തവാക്യത്തോടെ ഞങ്ങൾ ആരംഭിക്കുന്നു ചിലന്തി വലകൾ. കൊച്ചി നഗരത്തെ ഞെട്ടിച്ച വിദ്യാർത്ഥികളുടെ തിരോധാനം 100 ദിവസമായിട്ടും ഒരു തുമ്പും കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പിപ്പോയി. കൂടുതൽ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ചേരുന്നു. രമ്യ, ഇന്നേക്ക് 100 ദിവസമായിട്ടും കാണാതായ വിദ്യാർത്ഥികളെ കുറിച്ച് ഒരു തുമ്പും ലഭിക്കാനാവാതെ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഈ കടൽപ്പാലത്തിൽ വെച്ചാണ് അവസാനമായി ഈ കുട്ടികളെ കണ്ടു എന്ന് പരിസരവാസികൾ നമ്മളോട് പറയുന്നത്. ഡിവൈഎസ്പി ശേഖർ വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല.
സാർ, എന്റെ മകനെ കുറിച്ച് വല്ല വിവരവും? അവരോട് വരട്ടെ. ഞാനിവിടെ ഓഫീസിലുണ്ട്. ഇല്ലില്ല, പത്രക്കാരൻ തിരക്കൊന്നുമില്ല. അവരുടെ പാരൻസ് വരുന്നുണ്ട്. ശരി, നേരിട്ട് കൊണ്ടുവന്നോളൂ. അതെ, കേരള പോലീസ് നമ്പർ 1 ആണത്രേ. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ സാറേ? എത്ര കായ് വഴി നമ്മൾ ചെലവാക്കാം? ബിസിനസ് ഒക്കെ ആകെ താഴ്ന്നിട്ട് നിൽക്കുക. ദിവസം ലക്ഷങ്ങൾ നഷ്ടാ. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും ശുഭാപ്തി വിശ്വാസം. ശുഭാപ്തി വിശ്വാസം വേണ്ടാം കേട്ടാ. തന്റെ മകനാണ് സംഭവിച്ചെങ്കിൽ തനി ശുഭാപ്തി വിശ്വാസം പറഞ്ഞിരിക്കോ? മാഡം, എല്ലാ രക്ഷിതാക്കൾക്കും സ്വന്തം മക്കൾ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അവരെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന മനസ്സിലാക്കാഞ്ഞിട്ടല്ല, അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് ഞങ്ങൾ എങ്ങനെ ഉത്തരവാദികളാകും? ഓ, അത് ശരി. ഇപ്പോൾ അവർ ബോധപൂർവ്വം തെറ്റ് ചെയ്തെന്നാണോ പോലീസ് പക്ഷം? കഷ്ടം. സ്വന്തം കഴിവുകേട് മറിക്കാൻ എന്തും പറയാൻ നാണമില്ലാത്തൊരു കാക്കിക്കൂട്ടം. വാസുദേവ മാഷൊന്നും പറയുന്നില്ലല്ലോ. എല്ലാം പോലീസിന്റെ വീഴ്ചയാണെന്നാണല്ലോ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇനി മാഷ്ക്ക് പറയാനുള്ളത് പറയും, ഞങ്ങൾ കേൾക്കാം. അവർ അവരുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, അല്ലാതെ പോലീസിന്റെ പരിശ്രമത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ മകനാണവൻ. ഞങ്ങളുടെ ഏക പ്രതീക്ഷ. അവനെ അവസാനമായി കണ്ടത് കടൽപ്പാലത്ത് വെച്ചാണെന്നും അവൻ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തതാവാമെന്നും ടിവിയിൽ വാർത്ത കണ്ട നിമിഷം ബോധം കെട്ട് വീണ അവന്റെ അമ്മ. ഒരു വശം തളർന്നു കിടക്കുന്ന ആ പാവത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ആശ്രയം. സംസാരിക്കാൻ കഴിയാത്ത ആ നിറകണ്ണുകളെ നോക്കിയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. അവൻ വരും, അവൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട് സാർ. സാർ സഹായിക്കണം, ഞാൻ കാല് പിടിക്കാം. എന്താ മാഷ്, ഈ കാക്കിക്കുള്ളിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട് സാർ. സാർ ഇരിക്കും. ഹൃദയം പോലും അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഗതികേട് വരില്ലായിരുന്നു. അവന്റെ ഹൃദയവിശാലയെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അല്ല, ചില സത്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. സ്വന്തം മക്കളുടെ എല്ലാ വശവും രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണമല്ലോ. അവർ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നതായി നിങ്ങൾക്ക് അറിയുമായിരുന്നോ? അങ്ങനെയായോ? ഏത് കേസിലും അല്പം ലഹരിയും അവിധവും ചേർത്തപ്പോ പോലീസിന് പണി എളുപ്പമായല്ലോ. പണത്തിനും പ്രതാപത്തിനും പിറകെ പാഞ്ഞു നടക്കുമ്പോ സ്വന്തം മക്കളുടെ ജീവിതം നഷ്ടപ്പെടുന്നു നിങ്ങൾ അറിയുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളെ സംസ്കാരത്തോട് കൂടി തന്നെ വളർത്തിയത്. അവർ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. അവനറിയുന്ന ആരും വിശ്വസിക്കൂല. ചാനലുകാർ മനയുന്ന കഥകൾക്കൊപ്പമാണോ ഇപ്പോൾ പോലീസ് പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് വിശ്വാസക്കുറവ്. തെളിവുകൾ സംസാരിക്കട്ടെ. നിങ്ങളുടെ മക്കളെ കാണാതാവുന്നതിന് 15 ദിവസങ്ങൾക്ക് മുമ്പ് ഫോർട്ട് കൊച്ചിയിലെ പാലത്തിന് സമീപത്ത് നിന്ന് കിട്ടിയ വിഷ്വൽസ് ആണത്. ഇതൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് തീരുമാനിക്കാം.
ചുമ്മാതി കളിച്ചത്. നമുക്ക് ഹോസ്റ്റലിൽ പോകാനുള്ളതല്ലേ. നോ പ്രോബ്ലം മാൻ. ഞാനതൊക്കെ സെറ്റ് ആക്കിയിട്ടാ പോകും. അതുപോട്ടെ മറ്റവരുടെ എടാ നിന്നെ ഇനി ഞാൻ കൊല്ലും. മര്യാദക്ക് സാധനം തന്നോ? സാധനം എല്ലാം തീർന്നിരിക്കുക. നീ എത്തിക്കാന്ന് പറഞ്ഞോണ്ട് മാത്രം ഇത്ര റിസ്ക് എടുത്ത് ഞാൻ ഇവിടെ വരെ വന്നത്. എടാ എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് വാടന ഒരു പീസ് കേക്കും ഓറഞ്ച് ജ്യൂസിൽ കുറച്ച് ഓർക്കുകളെയും ചേർത്ത് കൊടുത്തിട്ടാ ഞാൻ ചാടി. ചെലവുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. എന്തിന്? ബർത്ത്ഡേ മറ്റേ ചെലവ് എന്നൊക്കെ പറഞ്ഞു. ഓ ഇവന്റെ കിളി പോയോ? എടാ പൊട്ട നാട് പോത്ത് പോലെ കിടന്നുറങ്ങാ. നാളെ രാവിലെ വരേക്കും ഫ്ലാറ്റ്. ചതിച്ചോ? അത് കുഴപ്പമില്ല പോണ്. അത് വിട്. ഞാൻ അവരുടെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കിട്ടാ പോകുന്നത്. എന്നോടാ കളി. അത് പോട്ടെ നീ സാധനം എടുക്കും. വാങ്ങിയത് എവിടെ? ഞാൻ വാങ്ങിയിട്ടില്ല. എന്റെ കാശില്ല. ഓ കണ്ണി ഇവന് സാധനം തന്നെ സ്വഭാവം മാറും. നീ ഇങ്ങനെ ചൂടാവില്ലേ? നാളെ സെറ്റാക്കാം. നിന്റെ ചങ്കല്ലേ? ചങ്കല നിന്റെ കാലൻ. ഞാൻ ആകെ ഔട്ടാണ്. ഒരാൾക്ക് ഈ സാധനം തന്നോ? എന്നെ കൂടെ ചെയ്യിപ്പിക്കരുത്. എന്താണ് ഇത്? എല്ലാത്തിനും ക്ഷമമുണ്ട്. കൊടുക്കടാ. കൊണ്ടുപോയി തോലയുടെ പാമ്പാര. ഓടാ. ഇതാ നീ പറഞ്ഞ സാധനം. ഇത് മോശങ്ങൾ ഏയുടെ സഹായത്തോടെ ഞങ്ങളെ കരിമാറിത്തേക്കാനുള്ള പോലീസിന്റെ വേല. ഇതെല്ലാം വെള്ളം കൂട്ടാൻ ഞങ്ങൾ വീഴുമെന്ന് കരുതിയോ? അവരെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ ജാളിന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചോരോ കഥകൾ. ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരും. അതിനുള്ളിൽ അവരെ കണ്ടെത്തി തന്നില്ലേ തനിക്ക് തൊപ്പിയാണ് തെറിപ്പിക്കും. പ്ലീസ് സോമം ഒന്നിനൊരു പരിഹാരമല്ല. മക്കളെ പഠിപ്പിക്കാൻ വലിയ വലിയ കോളേജിലും ഹോസ്റ്റലിലും കൊണ്ടാക്കിയാൽ മാത്രം പോരാ. അവർക്കൊരല്പം സ്നേഹം കൊടുക്കണം. ആവശ്യത്തിന് അനാവശ്യത്തിന് പണമല്ല. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും അവരുടെ വാർഡനെയോ പ്രിൻസിപ്പാളെയോ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് അവരൊന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എവിടെ ഇതിനൊക്കെ സമയം? കാശിന് പിറകെ ആർത്തി പിടിച്ചോടുമ്പോ സ്വന്തം മക്കളുടെ ജീവിതം നഷ്ടപ്പെടുന്നത് നിങ്ങൾ അറിയുന്നില്ല. ഈ ടീം എല്ലാ പരിധികളും വിടുന്നു എന്ന് പോലീസിന് വിവരം കിട്ടിയപ്പോ ഞങ്ങൾ ഇവര് രഹസ്യമായി ഫോളോ ചെയ്തിരുന്നു. കഴിഞ്ഞില്ല. ബാക്കി കൂടി കണ്ടു തീരുമാനിക്കേ. ഇരിക്കേ. നാളെ
കൊടുക്കുന്ന കാശ് കൊണ്ടുണ്ടോ കയ്യില് ഉണ്ടാവില്ല. ഓ, ഒരു ദരിദ്രവാസി. എന്നതിന് ഓസിനെ നാണം കളഞ്ഞിട്ട്. എങ്ങനെയാ ഒരാദർശശാലി തന്തയുടെ മോനല്ലേ? നീ എന്നെ എന്താ കുറിച്ച് പറയും? എന്റെ അച്ഛനെ പറഞ്ഞേക്കല്ലേ? പറഞ്ഞ നീ എന്തിനാ? എന്റെ പെണ്ണായി പോയി. ഒന്ന് ഇറക്കി നിർത്തിക്കോ. നാവേ പോയി പറയും. എടാ നീ ക്ഷമിക്ക്. നിങ്ങൾ നാളെ കാശുണ്ടാക്കാൻ നോക്കി. എന്റെ മമ്മി ഒരു പാവ. എത്ര ക്യാഷ് അയക്കാൻ പറഞ്ഞാലും അയക്കും. എന്റെ ഡാഡി അങ്ങനെയല്ല. നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കും. എന്റെ മമ്മിക്ക് അധികാരം മതി. അതിന് കുറെ അണികളുണ്ട് കൂടെ. നിനക്കറിയോ, ഞാൻ ആരുടെ മകനാണെന്ന് പോലും അവർക്ക് ഉറപ്പില്ല. പിന്നെ അവിഹിതമായി പൂഴ്ത്തി വെച്ച പണം അടിച്ചു മാറ്റിയാ ഞാൻ ജീവിക്കണേ. അല്ലാതെ പണം ട്രാൻസ്ഫർ ചെയ്തൊന്നും നിങ്ങൾക്ക് പൈസ കണി കാണാൻ കിട്ടില്ല. ഫുൾ ബ്ലാക്ക് മണിയാണ്. ഇനിയിപ്പോ എന്താണ് നമ്മള് ചെയ്യുക? എന്ത് ചെയ്യാം? വരുന്നുണ്ട്. എവിടെ? വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പഴയ ഐഡിയ എടുക്കാം. ഞങ്ങളൊന്ന് മാറി നിൽക്കാം. നീ ഫോൺ ഓഫ് ചെയ്യും. ഓക്കേ, ഇങ്ങോട്ട് വാ. ഞങ്ങൾക്ക് സംസാരിക്കാം. ചേട്ടാ, ഇവിടെ നിന്ന് ആരെങ്കിലും ക്യാബ് കിട്ടുമെന്നറിയോ? ചേട്ടാ, ഞാൻ ആകെ പെട്ടിട്ടിരിക്കാം. യൂഷ്വലി ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ക്യാബ് പിടിക്കാറാ പതിവ്. ഇന്നാണെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയി. അപ്പൊ എനിക്ക് ക്യാബ് മിസ്സായി. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് പോയി. ചേട്ടൻ എന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? കുറച്ച് ക്യാഷ് തന്നോളൂ. ഒരു 500 rupees വീട്ടിൽ എത്തിയിട്ടേ ജീപ്പേ ചെയ്യാം. എന്താണോ പരിപാടി? കുറെ നേരം തുടങ്ങിയിട്ട്. അത് ശരി, വന്നപ്പോ വഴിയിൽ വെച്ചോളോ കണക്ക് തീർക്കലൊക്കെ. മിസ്റ്റർ, ഇവിടെ മാന്യമായി ജീവിക്കാൻ നിങ്ങളൊന്നും സമ്മതിക്കില്ലല്ലേ? അത് നിങ്ങൾക്ക് ആള് മതി. അതെ, ഈ ആൾമാറാട്ടാണ് ഇവിടുത്തെ പ്രശ്നം. പറയടി, ആരടി ഇവൻ? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലെയൊന്നുമല്ല. ഇതെന്റെ ഹസ്ബൻഡാണ്. എന്നോട് നീങ്ങുന്ന നോക്കട്ടെ. അതിനെന്താ? ഈ ഫോട്ടോ നമ്മുടെ SI സാർക്ക് ഒന്ന് അയച്ചു കൊടുക്കാം. ഫേക്ക് ആണെന്ന് നോക്കാലോ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? മാനന്മാരെ ഇൻസൾട്ട് ചെയ്യാം. ഈ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ സാർ ആ പേഴ്സ് എടുത്താൽ എടുക്ക്. സാറിന് ജാമ്യം കിട്ടുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അപ്പൊ സാർ എന്ത് തീരുമാനിച്ചു? അയ്യോ വേണ്ട ചേട്ടാ. ചേട്ടന്റെ കയ്യിൽ എന്തെങ്കിലും ക്യാഷ് ഇവരെ കൊടുത്ത് ഒഴിവാക്കാൻ നല്ലത്. ഇവര് നാട്ടിലെ ഗുണ്ടകളാണ്. ഇതിങ്ങോട്ട് എടുക്കും. ഇങ്ങോട്ട് എടുക്ക് കേട്ടാ. ഈ ഇതൊക്കെ ഉണ്ടായോ? Please, വേണ്ട ചേട്ടാ. ഇതൊക്കെ അടിക്കെടുക്ക് ചേട്ടാ. ഇങ്ങോട്ടാ. അതോളൂ. ഇതെങ്ങാനും നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ ഈ പടം ഫേസ്ബുക്കിൽ പാല് നടക്കും. അത് വേണ്ടെന്ന് വിട്ടോ. നിങ്ങളൊക്കെ ദൈവം ചെയ്യണം. മറുപടി തന്നോളൂ, ഞങ്ങൾ മറുപടി പറഞ്ഞു. ഇവനെ ഞാൻ ഇന്ന് Yes, കുറച്ച് നാളേക്കുള്ളത് set. ഇപ്പൊ വിശ്വാസമാവുന്നുണ്ടോ? നഷ്ടപ്പെട്ട കുട്ടികളെ കണ്ടാൽ നിങ്ങൾക്ക് കഴിയുന്നില്ല. കണ്ടെത്തി അവർ കുറ്റം ചെയ്തിട്ടുള്ള അവരെ ശിക്ഷിക്കുകയും ശിക്ഷിക്കണം. അറിയാതെ ഇതുപോലെ ചെലന്തി വലയിൽ പെട്ടുപോകുന്ന പാവം പൂമ്പാറ്റകളെയല്ല, മറിച്ച് ഈ വല വിരിച്ച് അതിൽ പെട്ടുപോകുന്നവരുടെ രക്തമൂറ്റി കുടിക്കുന്ന ചിലന്തികളെയാ ശിക്ഷിക്കേണ്ടത്. ശരിയാണ്. രക്ഷപ്പെടാൻ വേണ്ടി ചെറുകൾ കുടയും തോറും കൂടുതൽ ഒട്ടിപ്പിടിക്കുന്ന ചിലന്തി വലകൾക്ക് നടുവിലാണ് നമ്മൾ. സാഹിബേ, നിങ്ങൾക്ക് എന്തെല്ലാം ബിസിനസ് ഉണ്ട്? പുറത്തു പറയാൻ പറ്റുന്നതും അല്ലാത്തതുമായി. നിങ്ങൾ വിഷയം മാറ്റാൻ പുതിയ ആരോപണങ്ങളായിട്ട് വരികയാണ്. നിങ്ങളുടെ മക്കൾക്ക് ഇത് എന്ത് സംഭവിച്ചു? അവർ ജീവനോടെ ഇരിപ്പുണ്ടോ എന്നെങ്കിലും ഒന്ന് പറയൂ. ഡോക്ടർ എത്തിയോ? വെൽക്കം. ഇത് ഡോക്ടർ മൂർത്തി, കന്യാകുമാരിയിലെ നിങ്ങളുടെ മക്കൾ ഇപ്പോൾ എന്റെ ചികിത്സയിലാണ്. ഡോക്ടർ, അവർ സുഖമായിരിക്കുന്നു. എനിക്ക് അവരെ കാണാൻ തിടുക്കായി. കടൽപ്പാലത്തിന് സമീപത്ത് നിന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന 3 പേരെയും പോലീസ് പിടിച്ചു.
മരുന്ന് ഉപയോഗിച്ച് സമനില തെറ്റിയ നിലയിലായിരുന്നു അവരെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ മൂർത്തിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അവരെ കന്യാകുമാരിയിലേക്ക് എത്തിച്ചത്. മയക്കുമരുന്നിന്റെ അമിതമായ ഉപയോഗം ആത്മഹത്യയിലേക്ക് എത്തി. ആ അവസ്ഥയിലാണ് എനിക്ക് അവരെ കിട്ടിയത്. അവരെ മാറ്റിയെടുക്കുന്നതിനായി 3 മാസത്തെ സമയം ഞാൻ ശേഖരനോട് ആവശ്യപ്പെട്ടു. രക്ഷിതാക്കളോ അവരുടെ പരിചയക്കാരോ ആരും അറിയാതെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവരെ കിട്ടുകയാണെങ്കിൽ രോഗം മാറ്റിയെടുക്കാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് ഈ തിരോധാനം പുറത്തിറക്കാതെ ഞങ്ങൾ വെച്ചത്. മാധ്യമങ്ങൾ അവർക്ക് തോന്നുന്ന പോലുള്ള കഥകൾ മെനഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം. ആരാണ് അവര് മയക്കുമരുന്നിന്റെ പാതയിൽ എത്തിച്ചത്? ആരാണ് അവർ ഇത്ര സാഹചര്യത്തിൽ എത്തിച്ചത്? MDMA ഇന്ന് ഈ രാസലഹരിയെ കുറിച്ച് എല്ലാവർക്കും പരിചിതമാണ്. MDMA എന്നത് ലാബിൽ രാസവസ്തുക്കൾ ചേർത്ത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലഹരി പദാർത്ഥമാണ്. പലപ്പോഴും ഹെറോയിൻ, ഹാഷിഷ് പോലുള്ള വസ്തുക്കളോടൊപ്പം മിക്സ് ചെയ്തും ചിലപ്പോഴൊക്കെ ഇത് മാത്രമായും ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ച് പല രൂപത്തിലും ഇത് ഇന്ന് ലഭ്യമാണ്. Clever devil, devil. How quickly they do sell their soul for the feast and the promise of gold. But devil, that won't be me. MDMA ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും. ഇത് നമ്മുടെ നാഡീവ്യവസ്ഥയെ ആണ് ബാധിക്കുന്നത്. ഇത് മണിക്കൂറുകളോളം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. നമ്മുടെ തലച്ചോറിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഈ MDMA ഏറ്റെടുക്കും. തലച്ചോറിന് ഇത് സന്തോഷമാണോ, ഉന്മാദമാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു അവസ്ഥയുണ്ടാകും. ശരീരത്തിൽ ക്രമമായി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഇത് താളം തെറ്റിക്കും. ഇതിന്റെ മറ്റൊരു വശം പറയാം. ഈ ഉന്മാദാവസ്ഥയുടെ അങ്ങേയറ്റം വരെ എത്തിച്ചത് MDMA ആയതുകൊണ്ട് ഇതിന്റെ ഇഫക്റ്റ് തീരുന്നതോടെ ആകെ ഒരു ഡിപ്രഷനിലേക്ക് പോകും. ദേഷ്യം, സങ്കടം പോലുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാനാവാത്ത അവസ്ഥ. എന്തു ചെയ്യണമെന്ന് ഇവർക്ക് തന്നെ അറിയാത്ത സ്ഥിതി. വീണ്ടും പഴയ ഉന്മാദാവസ്ഥയിലെത്താനായി ആ മയക്കുമരുന്നുകളെ ആശ്രയിക്കും. ക്രമേണ ചെറിയ ഡോസ് ഒന്നും മതിയാകാതെ വരികയും ഇതിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഓരോ തവണയും ഇതിന്റെ ഹാങ് ഓവർ ശരീരത്തിൽ നിന്ന് വിടുന്ന സമയത്ത് ഏതു വിധേനയും അത് കിട്ടാനുള്ള ശ്രമം നടത്തുകയും പറ്റാതാവുമ്പോൾ വല്ലാതെ വയലന്റ് ആവുകയും ആത്മഹത്യാ പ്രവണത വരെ കാണിക്കുകയും ചെയ്യുന്നു. ഇത് ഉപയോഗിക്കുമ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അതിന്റെ എക്സ്ട്രീമാണ് പുറത്തു കാണിക്കുക. ഇത്തരത്തിൽ മനസ്സിന്റെ ചെറിയ വികാരങ്ങളെ പോലും കൺട്രോൾ ചെയ്ത് അവരെ മറ്റൊരു മാനസിക തലത്തിൽ കൊണ്ടെത്തിക്കും. തലച്ചോറിനെ കൂടാതെ മറ്റ് ശരീരാവയവങ്ങളെ കൂടി ഇത് ബാധിക്കും. BP കൂടാം, സ്ട്രോക്ക് ഉണ്ടായെന്ന് വരാം, വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റിയെന്ന് വരാം, സംസാരിക്കാൻ, വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരാം, ബോധക്ഷയം, ഹാർട്ട് അറ്റാക്ക് തുടങ്ങി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിടിച്ചുകൊണ്ടുവന്ന് തരാവരെ ഈ കോലത്തിൽ തുടർന്ന് നോക്കിക്കോണം. ഞങ്ങളുടെ മക്കളെ ഇങ്ങനെ കാണണ്ട സാറേ.
വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാർ പറഞ്ഞ നാടകം കളിക്കണ്ട. എനിക്കറിയാത്ത ബിസിനസ് തുടങ്ങില്ല. എനിക്ക് വേണം അവൻ. സാഹചര്യങ്ങളാണ് അവരെ വഴിതെറ്റിച്ചത്. നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ചാൽ അവർ മാറും. എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് വേണം അവരെ. മാഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഏതൊരാളും, അത് കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ, സ്നേഹവും പരിഗണനയും കിട്ടാൻ ആഗ്രഹിക്കും. കുട്ടിക്കാലം മുതൽക്ക് തന്നെ സൈറയ്ക്കും ജിജയ്ക്കും അത് ലഭിച്ചില്ല എന്ന പരാതിയുണ്ട്. എന്നാൽ ശ്യാമിന് ആ പരാതിയില്ല. സ്നേഹനിധിയായ അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ്. ഈ കൂട്ടുകെട്ടിൽ പെട്ടുപോയെന്ന് മാത്രം. ഇന്നത്തെ കാലത്ത് താരാട്ടുപാട്ട് പാടി കഥ പറഞ്ഞു കൊടുക്കേണ്ട കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോണും വെച്ചു കൊടുത്ത് അവരുടെ ശല്യം തീർക്കുന്ന രക്ഷിതാക്കളുടെ കാലമാണ്. ആ കുട്ടികളുടെ ഭാവി എന്താവുമെന്ന് കണ്ടറിയണം. നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവരെല്ലാം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ മക്കൾ പൂർണ്ണ ആരോഗ്യന്മാരായി എന്നോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇന്നവർ ലഹരിക്കെതിരെ പോരാടുന്ന സർക്കാരിനെയും പോലീസിനെയും സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകരാണ്. ഇവർ പറഞ്ഞു തരുന്ന സൂചനകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ റാക്കറ്റിൽ പ്രവർത്തിക്കുന്ന 125ഓളം ക്രിമിനലുകളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഈ നഗരത്തിൽ മയക്കുമരുന്നിന്റെ ലഭ്യത ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനും ഇന്ന് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ കുട്ടികളെ മുന്നിൽ ശേഖർ താങ്ക് യു. അവരെയും കൊണ്ടുവരും. മോനെ, എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഞാൻ അറിയാതെ പെട്ടുപോയതാണ് അച്ഛാ. എനിക്ക് മാപ്പ് തരണം. മോനെ, സാരമില്ല. സാരമില്ല മോനെ. നിന്നെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ. സാരമില്ല. നിന്നെ കാണാതായ ദിവസം മുതൽ ബോധം കെട്ട് വീണതാണ് നിന്റെ അമ്മ. നിന്നെ തിരിച്ചു കിട്ടിയെന്നറിഞ്ഞാൽ അവളുടെ എല്ലാ അസുഖങ്ങളും മാറും. മോനെ, നമുക്ക് ഉടനെ പോകാം. മോനെ, അച്ഛാ, ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അച്ഛന്റെ ശിഷ്യനായ ഈ വലിയ മനുഷ്യന്റെ കാര്യം കൊണ്ട് മാത്രമാണ് അച്ഛാ. ഞാൻ മാഷിന്റെ ശിഷ്യനാണെന്നുള്ള കാര്യം മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഇവരെ കൈ കിട്ടി ID കാർഡ് പരിശോധിച്ചപ്പോൾ തന്നെ ഇവൻ മാഷിന്റെ മോനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ പദ്ധതി വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തെ സമയം ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനെല്ലാം മറച്ചു വെച്ചത്. മാഷിനോട് ക്ഷമിക്കണം. സന്തോഷായി. ഇതിലും വലിയൊരു ഗുരുദക്ഷിണ ഇനി എനിക്ക് കിട്ടാനില്ല. സന്തോഷായി. എന്റെ മകനെ തിരിച്ചു കിട്ടിയല്ലോ. നന്ദി, നന്ദി, നന്ദി. മാഷ് വരും. ആ വെയിറ്റിംഗ് റൂമിലേക്ക് ഇരുന്നോളൂ. ഇവരങ്ങോട്ട് വരും. വരും. വരും മാഷ്. ഇനി മാറ്ററിലേക്ക് വരാം. സാഹിബേ, നിങ്ങൾക്ക് എന്തെല്ലാം ബിസിനസ് ഉണ്ടെന്നാ പറഞ്ഞേ? ആനി വർഗീസ്, നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ സ്വാധീനമുള്ളവരാ? നിങ്ങൾ ഈ സമ്പാദിച്ചു വെച്ച സ്വത്തൊക്കെ ഏത് ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയതാ? സാറെന്താ ഒരുമാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന പോലെ? നിങ്ങൾ എന്താ വിചാരിച്ചേ? കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ വിളിച്ചോണ്ട് വന്നാണെന്നോ? സാർ പറഞ്ഞ നാടകം കളിക്കണ്ട. എന്റെ ബിസിനസിനെ കുറിച്ച് അവൾക്ക് യാതൊരു അറിവില്ല. പിന്നല്ലേ ശരിയാണ്. ഡാഡിയെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഡാഡി ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്തേ ശ്യാം അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയതുപോലെ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ല? സാറേ, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ, ഞങ്ങളുടെ രക്ഷിതാക്കൾ അഴിമതി കാണിച്ചു, കൊന്നും കൊലവിളിച്ചും വെട്ടിപ്പിടിച്ചതൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന്. അവർ പണത്തിനും പ്രതാപത്തിനും പിറകെ നടന്നു. ഞങ്ങൾ മക്കളെ അവർ കണ്ടില്ല. സ്നേഹത്തിനും ലാളനയ്ക്കും കരുതലിനും പകരം അവർ പണം തന്നു. പണം കൊണ്ട് നേടാവുന്നതെല്ലാം തന്നു. അർഹതയിൽ അത് നേടിയ ആ ശാപം പിടിച്ച പണം ഞങ്ങളെ ഉന്മാദത്തിലേക്ക് എത്തിച്ചു. ആ ഉന്മാദം ആത്മഹത്യയുടെ വക്കിലേക്കും. ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്? ഇവന്റെ അസുഖം മാറിയില്ല സാറേ. കണ്ടില്ലേ പിച്ചുമ്പയും പറയുന്നത്? പിച്ചുമ്പയും പറയുന്നതല്ല, മനസ്സിലാക്കി തരാം. ആരാ ഈ പീറ്റർ? എന്താ നിങ്ങളും അയാളും തമ്മിലുള്ള ബന്ധം? അവനെ വിളിച്ചേ. ഇത് പീറ്റർ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ഡ്രഗ് പെഡലർ. 2 ദിവസമായി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പോ ഇവൻ സത്യമൊക്കെ ഞങ്ങളോട് പറഞ്ഞു. പറ പീറ്ററെ, ഇവരിൽ ആരാ നിന്റെ ബോസ്? പറടാ. ഇടുക്കിയിലെ ഒരു തോട്ടത്തിൽ ഡ്രൈവർ ജോലിക്ക് വന്നാ സാറേ ഞാൻ. അന്ന് അവിടെ ഒരു പാർട്ടി മീറ്റിംഗ് വന്ന ആനി മാഡത്തിനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് മാഡത്തിന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്.
മാഡം എനിക്കൊരു ഓഫറും തന്നു, ഈ സാഹിബിന്റെ ലോറിയിൽ ഡ്രൈവറായിട്ട്. എന്നിൽ വിശ്വാസം വന്ന സാഹിബ് ആളുടെ രഹസ്യ ഇടപാടുകളുടെ കാരിയറായിട്ടും പിന്നീട് മാഡത്തിന്റെ രാഷ്ട്രീയവും അല്ലാത്തതുമായ കൊട്ടേഷനുകളൊക്കെ എന്നെ ദുരുപയോഗം ചെയ്യുന്നു സാറേ. ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് സാറേ. ഞാൻ ആ ഗതികേട് കൊണ്ട് എന്റെ വീട്ടിൽ അന്നത്തെ അവസ്ഥ അവരാണ് പറയുന്നു സാർ. ആ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാ സാറ്. എന്നെ രക്ഷിക്കണം സാറേ. ഈ സ്റ്റേഷനിൽ തെളിയാതെ കിടക്കുന്ന ഒരുപാട് കേസുകളിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ പണവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളത് പുറം ലോകം അറിയാതെ കൈകാര്യം ചെയ്തു. അങ്ങനെ തെളിയാതെ കിടക്കുന്ന കേസുകളുടെ എണ്ണം കൂടി വന്നപ്പോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ബാഡ് റെക്കോർഡ് ലിസ്റ്റിൽ ഈ സ്റ്റേഷന്റെ പേര് ഉൾപ്പെട്ടു. ഇവിടെ ഒന്ന് വെടിപ്പാക്കാൻ CM-ന്റെ തന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ വിലങ്ങണിയ അല്ലേ? ആ നടക്കാമോട്ടെ. മക്കളെ, ഇനി നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. ഇനിയും നിങ്ങൾ ഇതുപോലെ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞൊന്നും വരില്ല. ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം. ഇല്ല സാറേ, ഇനി ഞങ്ങൾ ലഹരി ഉപയോഗിക്കില്ല. ലഹരി ഉപയോഗിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. മാത്രവുമല്ല, ഈ നാടിനെ ലഹരി മുക്തമാക്കാൻ നാടിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞു